ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുള്ളത് മലപ്പുറം മഞ്ചേരി വെള്ളാമ്പ്രം ആച്ചാടുമല എന്ന് പറഞ്ഞൊരു മലയിലാണുള്ളത്. അപ്പോൾ ഇവിടെ വളരെയധികം ചരിത്രപ്രസിദ്ധമായ ഒരു ഗുഹയുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രിട്ടീഷുകാരുമായിട്ട് ഇവിടെ പൂക്കോട്ടൂർ യുദ്ധം എന്ന് പറഞ്ഞൊരു യുദ്ധം നടന്നിട്ടുണ്ട്. ആ സമയത്ത് പൂക്കോട്ടൂർ യുദ്ധത്തിൽ പങ്കെടുത്ത പടയാളികൾ ഒളിവിൽ താമസിച്ച ഒരു ഗുഹയാണ് കേട്ടോ. അതായത് ഇതാ ദൂരെ നമുക്ക് കാണുന്നുണ്ട്, ഇതാ കാണുന്നില്ലേ, അതാണ് നമ്മുടെ ആച്ചാട് മല ഗുഹയിലേക്കാണ്. ആച്ചാട് മല ഗുഹ അല്ലേ? അതിലേക്കാണ് നമ്മൾ ഇപ്രാവശ്യം പോകുന്നത്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. ഇതാട്ടോ ആച്ചാട് മലയിലേക്കുള്ള വഴിയാണ് ഇതായി കാണുന്നത്. അപ്പം വളരെയധികം ചരിത്രപ്രസിദ്ധമായ ഒരു സ്ഥലമാണ്. പക്ഷേ വേണ്ട രീതിയിൽ ഇതൊന്നും ആരും കൈകാര്യം ചെയ്തിട്ടില്ല. ഓക്കെ, അതുകൊണ്ടില്ലേ, ഇത് നല്ല മൊത്തത്തിൽ ഒരു നല്ലൊരു റബ്ബർ പ്ലാന്റേഷനാണ്. ഓക്കെ, അപ്പം ആരും ഓടിപ്പാടിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന ഇവിടെ നശിപ്പിക്കാൻ നിൽക്കരുത്. ഇത് പ്രൈവറ്റ് ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെ പെർമിഷൻ മേടിച്ചതിന് ശേഷം മാത്രമേ ഇങ്ങോട്ട് കയറി വരാൻ പാടുള്ളൂ. ഓക്കെ, ഇതാട്ടോ നല്ല ഇതിൻ്റെ സമീപ പ്രദേശമാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ അല്ല വെട്ടുകല്ലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഗുഹേൻ്റെ കവാടമാണ് ഇതായി കാണുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഗുഹയിലേക്ക് കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ നല്ല കാണാൻ നല്ല രസമുണ്ട്, ഭംഗിയുണ്ട്, വലിപ്പമുണ്ടെന്ന് പറഞ്ഞൊരു ഗുഹയിലോട്ട് അങ്ങനെ അങ്ങോട്ട് ഓടി കയറാൻ പാടില്ല. അതിന് ചില സാങ്കേതികമായ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇത് കണ്ടില്ലേ, ആദ്യം നമ്മൾ കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ ഉള്ളിൽ ശുദ്ധവായു ഉണ്ടോ നമുക്ക് ഒന്ന് നോക്കിയിട്ട് വേണം നമ്മൾ കയറാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പേപ്പർ എടുക്കുക, ജസ്റ്റ് ഒന്ന് കത്തിക്കുക. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ ഒന്ന് കയറി നോക്കാം എന്താണ് ഉള്ളിൽ കാര്യം എന്ന് അറിയത്തില്ല. ഓക്കെ, ഇതുണ്ടല്ലേ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, വായുവിൻ്റെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തീയൊക്കെ കെടുത്തി നമുക്ക് ലൈറ്റൊക്കെ ഉണ്ട്, ലൈറ്റൊക്കെ ആയിട്ട് ഒന്ന് ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം. ഇതുണ്ടല്ലേ, ഫുള്ള് വെട്ടുകല്ലാണ് ഫ്രണ്ട്സ്. ഫുള്ള് വെട്ടുകല്ലെന്ന് പറഞ്ഞാൽ നല്ല മനോഹരമായ രീതിയിൽ ആണ് ഇതിൻ്റെ നിർമ്മാണം. ഇത് പ്രകൃതിജന്യമായിട്ടുള്ളതാണോ അതോ മനുഷ്യൻ നിർമ്മിച്ചാണോ എന്നറിയത്തില്ല. ഇതാ അവിടെ എന്തൊക്കെയോ കാൽപ്പാടൊക്കെ കാണുന്നുണ്ട്. പട്ടിയാണോ പന്നിയാണോ എന്നറിയത്തില്ല. എന്താണേലും നിങ്ങളൊക്കെ പട്ടിയും പന്നിയൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. ഓക്കെ, എന്തോ കമ്പാണെന്ന് തോന്നുന്നു. എന്താ പറയുക, ഇവിടെ എല്ലാ സ്ഥലത്തും ഓരോ കുഴികൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ആൾക്കാർക്കറിയാം, ഇവിടുത്തെ ആൾക്കാർക്കറിയാം ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു യുദ്ധമൊക്കെ നടന്ന സ്ഥലമാകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ കാണുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും കേട്ടോ. ഇത് കണ്ടില്ലേ, ഫുള്ള് കുഴി എടുത്തിട്ടുണ്ട്. നിധിയോ കാര്യങ്ങളൊക്കെ തപ്പിയതായിരിക്കും. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ അധികം കാലമൊന്നും ആയിട്ടില്ല, ഏകദേശം ഒരു 6 മാസത്തിനുള്ളിൽ കുഴിച്ച കുഴികളാണ്. ഓക്കെ, ഇത് കണ്ടില്ലേ, ഇതാ അടുത്ത കുഴി, ഇതാ ഇവിടെയുണ്ട് കുഴി. അങ്ങനെ എല്ലായിടത്തും ഓരോ കുഴികളുണ്ട്. ഇതിപ്പോൾ എന്താണ് ഇതിൻ്റെ മെറ്റൽ ഡിറ്റക്ടർ വെച്ചിട്ട് കുഴിച്ചതാണോ അതൊന്നും അറിയത്തില്ല, കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് നമുക്കിതാ ഇവിടെ നിന്നാണ് കേട്ടോ നമുക്ക് അടുത്തൊരു കുഴിയുണ്ട്. ഇതൊരു കുഴിയുണ്ട്, ഇതിൻ്റെ ഉള്ളിലൂടെയാണ് അടുത്ത സ്ഥലത്തേക്കുള്ള വഴി. ഇതുണ്ടല്ലേ, ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു കുഴി വേറെ ഉണ്ട്. കുറേ ചാക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നല്ല സെറ്റപ്പിലാണ് ഏതായാലും അവർ വന്നിട്ടുള്ളത്. ഇതുണ്ടല്ലേ, നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് പോയി നോക്കാം. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിലൂടെ വളരെ സാഹസപ്പെട്ട് വേണം, ഇഴഞ്ഞ് വേണം ഉള്ളിലേക്ക് പോകാൻ. ഓക്കെ, ഞാൻ ഉള്ളിലേക്കുള്ള കാഴ്ച കാണിച്ചത് ഇത് നമ്മുടെ നിലമ്പൂരിലേക്കാണെന്നൊരു ആൾക്കാർ പറയുന്നുണ്ട് കേട്ടോ, ഈ തുരങ്കം പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് അധികം റിസ്ക് എടുത്ത് നമ്മൾ ഉള്ളിലേക്ക് പോകുന്നില്ല. അതെന്താണ് അതിൻ്റെ ഉള്ളിൽ വായു ഉണ്ടോ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. ഓക്കെ, ഇതാട്ടോ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അല്ലേ, എത്രത്തോളം വ്യക്തമായിട്ട് കാണുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഓക്കെ, ഇതാണ് അതിലേക്കുള്ള വഴി. നല്ല തണുപ്പാട്ടോ ഫ്രണ്ട്സ്, ഇതിൻ്റെ ഉള്ളിൽ മൊത്തം നല്ല തണുപ്പാണ്. പിന്നെ ഒരു ഭൂഗർഭ ഗുഹയൊക്കെ ആകുമ്പോൾ അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു സെറ്റപ്പ്. ഓക്കെ, ഇതുണ്ടല്ലേ, ഇതൊക്കെയാണ് എൻ്റെ വെട്ടുകല്ലിൻ്റെ ചുമരാണ് ഇതായി കാണുന്നത്. ഓക്കെ,
അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ വന്നിരിക്കുന്നത് ഇതാ അവിടെ നിന്നാണ് കേട്ടോ. അവിടെ നിന്നൊരു ലൈറ്റ് കാണുന്നില്ലേ, ഇതാ അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഏകദേശം നമ്മളൊരു 500 മീറ്ററോളം നമ്മൾ ഉള്ളിലേക്ക് കയറി വന്നിട്ടുണ്ട്. ഓക്കെ, ആ പുക കാണുന്നതാണ് നമ്മൾ ഇവിടെ വായു ഉണ്ടോ അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇത് ചെയ്താൽ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ വേണം നമ്മളൊരു ഗുഹയിലേക്ക് ഒക്കെ കയറുമ്പോൾ നമ്മൾ ചില മുൻകരുതലൊക്കെ എടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ അതിന് നമ്മൾ നാണക്കേടോ ഇതിനൊരു അത് പിശുക്കിയിട്ട് കാര്യമില്ല, അത് നമുക്ക് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അതാണ് എലി കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, കാണുന്നുണ്ടല്ലോ അല്ലേ, എലിയുടെ പുറകെ എന്താണെങ്കിലും വാവൽ എന്താണെങ്കിലും പാമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പം പകൽ കാര്യങ്ങളിൽ വരുമ്പോൾ ഏതായാലും ഒരാളായിട്ട് വരാതിരിക്കുക, മാക്സിമം ഒരു 2-3 ആൾക്കാർ കൂടി വരിക. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് നമ്മുടെ ഈ ഗുഹയിലെ കാഴ്ചകൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ചുറ്റും ഒന്ന് പോയി നോക്കാം എന്താണ് ഉള്ള കാഴ്ചകൾ നോക്കിയൊന്ന് നമുക്കൊന്ന് പോയി നോക്കാം. ഏകദേശം ഇതാ ഒരു 1.5 ആൾ ഹൈറ്റിൽ കുഴിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ ഗുഹയിലെ കാഴ്ചകൾ. അതാ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഗുഹേൻ്റെ നേരെ പുറകിലൂടെയുള്ള വഴിയാണ് ഇതാ ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് കയറി നോക്കാം. അപ്പോൾ അത്യാവശ്യം റിസ്ക് ആട്ടോ. ഓക്കെ, നമ്മൾ വള്ളിയിലൊക്കെ പിടിച്ചിട്ട് വേണം കയറാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് കയറി നോക്കാം. എന്താ ഈ ഗുഹേൻ്റെ മുകളിൽ അത്യാവശ്യം നല്ല ഒരു കശുമാവിൻ തോട്ടമാണെന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങനെ ഒരു സംഭവം മുകളിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം അതിൻ്റെ അടിയിലുണ്ടെന്ന് ഒരു കാരണവശാലും നമുക്ക് കാണാൻ കഴിയില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ആയിരിക്കും അന്നത്തെ ആൾക്കാർ ഇതൊരു ഒളിത്താളമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഓക്കെ, നേരെ മുകളിലുള്ള ഒരു തരിശായ സ്ഥലം പോലെ നമുക്ക് തോന്നുന്നത്. ഓക്കെ, നമുക്ക് അതിൻ്റെ ആ ഭാഗത്ത് അത്യാവശ്യം നല്ലൊരു വ്യൂവോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്കൊന്ന് അവിടേക്കൊന്ന് പോയി നോക്കാം. ഓക്കെ, ഇതിൽ നമുക്ക് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത് കണ്ടില്ലേ, നല്ല അടിപൊളി മുള്ളാണ്. ഇത് പണ്ട് വെട്ടുകല്ല് കുഴിച്ച സ്ഥലങ്ങളാണ്. ഓക്കെ, അപ്പം നമ്മളധികം കണ്ടില്ലേ വെട്ടുകല്ലിൻ്റെ സ്ഥലങ്ങളാണ്. അപ്പം നമ്മളധികം മുന്നോട്ട് പോകുന്നില്ല. എവിടേക്കാണ് കുഴികൾ നമുക്ക് കാണാൻ സാധിക്കില്ല. നമ്മൾ വെറുതെ ഒരു റിസ്ക് എടുത്തിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ അച്ചാടുമലയിലെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.